ആസാമിൽ ഹിമന്തയുടെ തേരോട്ടമാണ്. രണ്ടാം വട്ടം മുഖ്യമന്ത്രിയാകാൻ ഹിമന്ത ഒരുങ്ങിക്കഴിഞ്ഞു. ആസാം എങ്ങനെയാണ് സർ ഇങ്ങനെ ബി ജെ പിയുടെ കൈക്കുമ്പിളിലേക്ക് വന്നത്? ഏറ്റവും കാലം ഭരിച്ചത് കോൺഗ്രസ് അല്ലേ അവിടെ? ആസാം 1985 കോൺഗ്രസ് ഉണ്ടായതിന് ശേഷം 1885 കോൺഗ്രസ് ഉണ്ടായതിന് ശേഷം കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തമായ പ്രവർത്തനം നടന്നിട്ടുള്ള പ്രദേശങ്ങളിലൊന്നാണ് ആസാം. ആസാമിൽ നിന്ന് വലിയ കോൺഗ്രസ് നേതാക്കളൊക്കെ വന്നിട്ടുണ്ട്. അവരെല്ലാം വലിയ രീതിയിലുള്ള സംഭാവനകളും ദേശീയ പ്രസ്ഥാനത്തിന് നൽകി വന്നിട്ടുള്ളതാണ്. പക്ഷെ അതിൻ്റെ ഒരു ഗുണമുണ്ടായിരുന്നു. 1946 ഇടക്കാല സർക്കാർ ഉണ്ടാക്കിയതുമ്പോൾ ആ പീരീഡ് തുടങ്ങി 78 വരെ അടിയന്തരാവസ്ഥ വരെ തുടർച്ചയായിട്ട് 33 വർഷം തുടർച്ചയായിട്ട് ഭരിച്ചത് കോൺഗ്രസ്സാണ്. ഒന്നും രണ്ടുമല്ല, 33. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം സംഭവിച്ചതിൻ്റെ പേരിൽ അവിടെ ഉണ്ടായിരുന്ന ഗവൺമെൻറ്റിനെ പിരിച്ചുവിട്ട് 80 പിന്നെ ഒരു മാറ്റം വന്നിട്ട് വേറെ ജനതാ പാർട്ടിയുടെ ഗവൺമെൻറ് വന്ന സമയത്താണ് അൻവർ തൈമൂർ അവിടെ ഭരണം വരുന്നത്. ഒരു കൊല്ലം ഉണ്ടായില്ല, ഒരു കൊല്ലം തികഞ്ഞില്ല. 206 ദിവസം ഭരിച്ച് പോയ ഒരാളാണ്. വീണ്ടും കോൺഗ്രസ് അധികാരത്തിലേക്ക് വന്നു. അങ്ങനെ തുടർച്ചയായിട്ട് വന്ന് ഏതാണ്ട് 60 കൊല്ലക്കാലം ആസാമിൻ്റെ ഭരണം നടത്തിയത് കോൺഗ്രസ്സാണ്. ഒന്നും രണ്ടുമല്ല, 60 കൊല്ലം. ഈ 60 കൊല്ലക്കാലം കോൺഗ്രസ് ഭരിച്ചിട്ടും കോൺഗ്രസിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാതെ കിടന്നു. അങ്ങനെ പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങളുമായിട്ട് ആസാം മുന്നോട്ട് പോകുമ്പോഴാണ് ആസാം ഗണപരിഷത്ത് വിദ്യാർത്ഥി പ്രക്ഷോഭം വരുന്നത്. വലിയ രീതിയിലുള്ള വിദ്യാർത്ഥി പ്രക്ഷോഭം വരുന്നു. അന്നാണ് ഈ ഗോസ്വാമി എന്നൊക്കെ ഉള്ള പേര് നമ്മൾ പോപ്പുലറായിട്ട് കേട്ടത്. ഫുക്കൻ, പിന്നെ പ്രഫുല്ലകുമാർ ഫുക്കനും പിന്നെ മൊഹന്ത, ഇവരെല്ലാം കൂടി വരുന്ന ഒരു വിദ്യാർത്ഥികളുടെ ഒരു സംഘം വന്ന് അത് വലിയ ആവേശമായിരുന്നു അന്ന്. കാരണം വിദ്യാർത്ഥികളുടെ ഒരു സംഘം ഒരു സംസ്ഥാനത്തിൻ്റെ ഭരണത്തിൽ മാറ്റം വരുത്തി കോൺഗ്രസിനെ മാറ്റി. തുടർന്ന് ഇവർ ഭരണത്തിൽ വന്ന് ഭരണം വളരെ മോശമായിരുന്നു. അത് കഴിഞ്ഞാൽ ആ ഭരണം പോയി. വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വന്ന് അങ്ങനെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി. ആ ഭരണം എന്ന് പറഞ്ഞാൽ ദുർഭരണമായിരുന്നു, അതിൽ തർക്കമില്ല. ആസാമിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാനേ ഇവർക്ക് കഴിഞ്ഞില്ല. ആസാം പോലുള്ളൊരു സംസ്ഥാനത്തിൻ്റെ വികസനം ഉറപ്പുവരുത്താനും ഇവർ യാതൊന്നും ചെയ്തില്ല, അവർക്ക് കഴിഞ്ഞുമില്ല. വികസനം വേണ്ടേ, അതേ വന്നില്ല. ഈ ഘട്ടത്തിലാണ് BJP അവിടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. BJP വളരെ ചെറിയ രീതിയിലാണ് പ്രവർത്തനം ആരംഭിച്ചത്. അസാം ഗണപരിഷത്തുമൊക്കെ ആയിട്ട് BJP അവരൊരു ജൂനിയർ പാർട്ട്ണറായിട്ട് തുടങ്ങി വന്നിട്ടാണ് ഇപ്പോൾ ഇത് 3ാമത്തെ ടൈമാണ്. അതായത് 2016 തുടങ്ങി 16, 21, 21, 26 ഇപ്പോൾ 26 പ്രവേശിക്കുന്ന സമയത്ത് 2/3 ഭൂരിപക്ഷം BJPക്ക് ഒറ്റക്ക് കിട്ടിയാണ് BJP അവിടെ അധികാരത്തിലേക്ക് വരുന്നത്. ഈ കാലയളവിൽ 10 വർഷം കൊണ്ട് ആസാമിൽ വലിയ മാറ്റങ്ങളാണ് ഉണ്ടാക്കിയത്. വലിയ മാറ്റങ്ങളാണ്, നമുക്ക് സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള വലിയ മാറ്റങ്ങൾ ആസാമിൽ വന്നുകൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ജനങ്ങൾ പുതിയ തരത്തിലുള്ളൊരു ഭരണം കണ്ടെത്തി. ആ പുതിയ തരത്തിലുള്ളൊരു ഭരണം കണ്ടെത്തിക്കഴിഞ്ഞപ്പോഴേക്കും ജനങ്ങൾ വളരെ സന്തുഷ്ടരായി. അതുകൊണ്ടാണ് ഈ 3ാം ടൈമിൽ 2/3 ഭൂരിപക്ഷം ഒരു പാർട്ടിക്ക് ഒറ്റക്ക് നൽകിക്കൊണ്ട് ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് ചിലപ്പോൾ 2-3 സീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിയേക്കാം. നമ്മളൊരു ട്രെൻഡ് വെച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത്. എന്തായാലും ശരിയാണ്, 2/3 ഭൂരിപക്ഷത്തിൻ്റെ ഇതിൽ BJP അധികാരത്തിലെത്തും. ആ മുന്നണി മാത്രമല്ല, BJP ആണ് അധികാരത്തിലെത്തുന്ന വരെയാണ്. അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ബാക്കി സ്ഥലങ്ങളിലൊക്കെ എവിടെയാണ്, ബംഗാളിൽ നിലവിലുള്ള മുഖ്യമന്ത്രിയെ തൂത്തെറിയാണ്. ഇപ്പോഴറിയുന്നത് മമത പിന്നിലായിരുന്നാണ്. അപ്പോൾ അവിടെ സ്റ്റാലിൻ വലിയ രീതിയിൽ ഹിന്ദു വിരുദ്ധ തീരുമാനങ്ങൾ എടുത്ത് കൊണ്ടുവന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ മകനാണെന്നുണ്ടെങ്കിൽ
അതിലും അപ്പുറത്തായിരുന്നു. ഈ മുജ്ജന്മ പുത്രരായി പിറപ്പത് മുജ്ജന്മ ശത്രുക്കൾ എന്നതേ ഞങ്ങൾക്ക് ജീവിതം എന്നുള്ള കാര്യം ഉദയനിധി സ്റ്റാലിൻ, ആ ഉദയനിധി സ്റ്റാലിൻ അത് തെളിയിച്ച്. സ്റ്റാലിനും തോൽവിയിലേക്കാണ്. സ്റ്റാലിൻ തോൽവിയിലേക്ക് പോകുന്നു, ആ പാർട്ടി ഉദയനിധി സ്റ്റാലിനും തോൽവിയിലേക്ക്. അതെ. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികാരത്തിൻ്റെ അഹങ്കാരം തലയിൽ കയറി കഴിഞ്ഞപ്പോഴേക്കും ഹിന്ദുക്കൾ ഈ രാജ്യത്ത് വേണ്ട എന്ന തീരുമാനം എടുത്തവരാണ്. പോയി പൊട്ടി. ഇനി തിരിച്ചു വരിക എന്ന് പറഞ്ഞാൽ സമീപ ഭാവിയിൽ എളുപ്പം അല്ല. അവിടെ പുതിയ താരോദയം ഉണ്ടായി. അതെ. ആ പുതിയ താരം വന്നു കഴിഞ്ഞ് ആ താരത്തിൻ്റെ ഇനി കാലമായിരിക്കാം ഒരുപക്ഷെ അവിടെ വരാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ പിണറായി വിജയൻ പോയി. അപ്പോൾ നിലവിലുള്ള മുഖ്യമന്ത്രിമാർക്ക് എതിരെ ഒരു വിധി വരെയാണ്. നിലവിലുള്ള മുഖ്യമന്ത്രിക്ക് അനുകൂലമായിട്ടും അവർക്ക് 2/3 ഭൂരിപക്ഷം കൊടുത്തും ജയിപ്പിക്കണമെന്ന വിധി വരുന്നത് ആസാമിലാണ്. ഞാൻ ആസാമിലെ ഈ കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് സൂചിപ്പിച്ചത്. അപ്പോൾ ഭരണത്തിൻ്റെ ഒരു സുതാര്യതയും ഭരണത്തിൽ ഇരിക്കുന്നവരുടെ കാര്യപ്രാപ്തിയും ജനങ്ങളോടുള്ള അവരുടെ പ്രതിബദ്ധതയും ഒരുമിച്ച് വരുമ്പോൾ തീർച്ചയായിട്ടും ജനങ്ങൾ വോട്ട് ചെയ്യും എന്നുള്ളതിൻ്റെ ഇതാണ് ആസാമിൽ BJPക്ക് ഉണ്ടാകുന്ന വിജയം. കാരണം ആസാമിൽ BJP ജയിക്കുകയാണ്, 3ാമത്തെ ടേമിലേക്ക് വരെയാണ്. അവിടെ ഈ ആൻറ്റി ഇൻകംബൻസി ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിണറായി വിജയന് എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ മരുമകനും അദ്ദേഹത്തിൻ്റെ ശിങ്കിടികളും ശശിയും തുടങ്ങിയ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്ന് ഗോവിന്ദൻ മാഷുടെ ഭാര്യ, അവർ ജയിച്ചോ ഇല്ലയോ എന്ന് അറിയില്ല, പിന്നിലാണ്. ഗോവിന്ദൻ മാഷുടെ ഭാര്യ, അവരൊക്കെ എന്തൊരു അഹങ്കാരമാണ് കാണിച്ചുകൊണ്ടിരുന്നത്. മനുഷ്യർക്ക് അഹങ്കാരത്തിന് പരിധിയില്ല എന്നുള്ളതാണ്. എൻ്റെ ഭർത്താവായ ഗോവിന്ദൻ വന്നിട്ട് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ അദ്ദേഹത്തെക്കാൾ വലിയ നേതാവായിരുന്നു എന്ന്. എന്നിട്ട് എന്തുകൊണ്ടാണ് പാർട്ടി സെക്രട്ടറി ആകാതിരുന്നതെന്ന് ആരും ചോദിച്ചില്ല. കാരണം അദ്ദേഹം അവരെ വിവാഹം കഴിക്കുന്നതിന് മുൻപേ അവർ പാർട്ടിയിലെ വലിയ നേതാവായിരുന്നു എന്നാണ് ഗോവിന്ദൻ മാഷ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവർ വന്നിരുന്ന്, പിന്നെ അത് മാത്രമല്ല, ഇപ്പോഴത്തെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും വലിയ ഗതികേട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റേറ്റ് സെക്രട്ടറിയും നാഷണൽ സെക്രട്ടറിയും എന്താണ് പറയുന്നതെന്ന് ലോകത്ത് ആർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ്. അപ്പോഴാണ് ജനങ്ങളോട് ജനങ്ങളുടെ ഭാഷയിൽ സംസാരിച്ചുകൊണ്ടൊരു മുഖ്യമന്ത്രി അവിടെ ഭരണം നടത്തുകയും ആ മുഖ്യമന്ത്രി ജയിക്കുകയും ചെയ്തു. ആ മുഖ്യമന്ത്രിയുടെ ജയമാണ് നമ്മൾ കാണുന്നത്. ഏതാണ്ട് 100 സീറ്റിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലേ, ഒറ്റയ്ക്ക് 80 സീറ്റ്, ആകെ 100 ചില്ലാനും സീറ്റേ ഉള്ളൂ അവിടെ, 126 സീറ്റേ ഉള്ളൂ. ആ 126 സീറ്റിൽ ഒറ്റയ്ക്ക് 80 സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ 2/3 ഭൂരിപക്ഷം ഒറ്റയ്ക്ക് കിട്ടുകയല്ലേ BJPക്ക്. ഒറ്റയ്ക്കാണ് BJPക്ക് അത്രയും ഇത് കിട്ടുന്നത്. ആ ഒറ്റയ്ക്ക് അത്രയും കിട്ടുന്ന സമയത്ത് അതിലേക്കൊരു പാർട്ടിയെയും മുന്നണിയെയും വിജയത്തിലെത്തിക്കാൻ ഒരു മുഖ്യമന്ത്രിക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഭരണത്തിൻ്റെ മെച്ചമാണ്. ബാക്കി സ്ഥലങ്ങളിലൊക്കെ ആൻറ്റി ഇൻകംബൻസി അടിച്ചില്ലേ? കേരളത്തിലടിച്ച്, തമിഴ്നാട്ടിലടിച്ച്. കേരളത്തിലെ വിജയനും പിന്നെ തമിഴ്നാട്ടിലെ സ്റ്റാലിനും അടയും ചക്കരയുമായിരുന്നു. രണ്ടുപേരും കൂടി ഒരുമിച്ചായിരുന്നു. ഇവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ സ്റ്റാലിൻ വരും, അവിടെ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ ഇദ്ദേഹവും പോകും. അതിൽ കേൾക്കുന്നൊരു കാര്യം അപവാദമാണ്, സത്യമാണോ എന്നറിയില്ല. പിണറായി വിജയന് തമിഴ്നാട്ടിൽ ബിസിനസ് താല്പര്യങ്ങളുള്ളതുകൊണ്ട് ആ ബിസിനസ് താല്പര്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ളതാണ്. മാത്രവുമല്ല, ഇപ്പോൾ തമിഴ്നാടിൻ്റെ ചരിത്രം വേറൊരു തരത്തിലേക്ക് മാറിപ്പോകാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും വാഴുന്നവരും വീഴുന്നവരുമുണ്ട്. അതിൽ ജനാധിപത്യത്തിൽ അത് സ്വാഭാവികമാണ്. പക്ഷേ അവിടെ വീഴാതെ വാണുകൊണ്ടിരിക്കുന്നൊരു ചരിത്രം ആസാമിൽ BJPക്ക് ഉണ്ടായി എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം.